Dear students, welcome back to economics. In economics, in the last few sessions, we have seen that economic reforms have produced mixed results in our economy. Okay, സാമ്പത്തിക നയപരിഷ്കരണങ്ങൾ ഇന്ത്യൻ എക്കണോമിയിൽ കുറേയധികം ചേഞ്ചസ് അല്ലേ, ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളും അതേപോലെ തന്നെ ദോഷകരമായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടാക്കി. അപ്പോൾ ഈ ഒരു ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് രൂപവൽക്കരിച്ച എക്കണോമിക് റിഫോംസ് ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം അച്ചീവ്മെൻറ്റ്സാണ് നമുക്കുണ്ടാക്കി തന്നത്, അതേപോലെ തന്നെ എന്തെല്ലാം ഫെയിലിയേഴ്സാണ് നമ്മളുടെ ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാം. ലെറ്റ് us summarize the achievements, that is gains and failures, that is pains of the reform period. ഓക്കെ, ഈ സാമ്പത്തിക പരിഷ്കരണ കാലഘട്ടത്തിൽ ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സും ഫെയിലിയേഴ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, അച്ചീവ്മെൻറ്റ്സ്, നേട്ടങ്ങൾ. GDP ഗ്രോത്ത് റേറ്റ് ഇംപ്രൂവ്ഡ് സബ്സ്റ്റാൻഷ്യലി. GDP വളർച്ചാ നിരക്ക് ഗണ്യമായിട്ട് വർദ്ധിച്ചു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ടേബിളിൻ്റെ രൂപത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ ഈ ഒരു റിഫോം പീരിയഡിൽ വലിയ ഒരു വർധനവാണ് ഉണ്ടായത്. ടുഡേ ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് എക്കണോമി ഇൻ ദ വേൾഡ്. ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും വേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ രണ്ടാം സ്ഥാനം ഇപ്പോൾ ഇന്ത്യക്കാണ്. ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ടുള്ള USA പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യ ഒരു ഔട്ട്സോഴ്സിങ് കൺട്രി ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അതിനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അല്ലേ? ഇന്ത്യയിൽ ലേബർ ഫോഴ്സ് വളരെ ചീപ്പർ റേറ്റിൽ ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടൊക്കെയാണ്. ഓക്കെ, ടുഡേ ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് എക്കണോമി ഇൻ ദ വേൾഡ്. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ രണ്ടാം സ്ഥാനം ഇപ്പോൾ ഇന്ത്യക്ക് നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഒന്നാം സ്ഥാനം ആർക്കാണ്? ചൈന അല്ലേ? ചൈനയ്ക്കും ഇതേപോലെ തന്നെ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ത്വരിതഗതിയിൽ അവരുടെ സമ്പദ് വ്യവസ്ഥയും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, സർവീസസ് ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഗ്രോത്ത് റേറ്റ്സ് ഇൻക്രീസ്ഡ്. അതും ഒരു നേട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നു. സേവന മേഖലയുടെയും വ്യവസായ മേഖലയുടെയും വളർച്ചാ നിരക്കുകൾ മതിപ്പുളവാക്കുന്നതാണ്. ഓക്കെ, അതായത് സേവന മേഖലയും ഇൻഡസ്ട്രിയൽ സെക്ടറിലും വ്യാവസായിക മേഖലയിലൊക്കെ വളരെ വലിയൊരു ഗ്രോത്ത് റേറ്റ് ഉണ്ടായിട്ടുണ്ട്. ദെൻ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് റിസേർവ്സ് വെൻറ്റ് അപ്പ്. ഓക്കെ, വിദേശ മൂലധന നിക്ഷേപവും വിദേശ നാണയ കരുതൽ ശേഖരവും വളരെ വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഈ ഒരു റിഫോം പീരിയഡിൽ നമുക്കറിയാം ഈ താരിഫ് ബാരിയേഴ്സൊക്കെ എടുത്ത് കളയുക വഴി ഒന്നുകൂടി ലിബറലൈസ്ഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് നമ്മളുടെ ഇക്കണോമിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. ദെൻ അത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സൊക്കെ വർദ്ധിക്കുന്നതിന് വഴിവെക്കുകയും ചെയ്തു. ഓക്കെ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് റിസേർവ്സ് വെൻറ്റ് അപ്പ്. ദെൻ ദ ടാക്സ് GDP റേഷ്യോ ആഫ്റ്റർ ഡിക്ലൈനിങ് ഇൻ ദ ഏർലി പാർട്ട് ഓഫ് ദ റിഫോം പീരിയഡ് ഹാസ് ബീൻ ഷോയിങ് ഇംപ്രസീവ് ഗ്രോത്ത് ഇൻ റീസെൻറ്റ് ഇയേഴ്സ്. നികുതി GDP അനുപാതം സാമ്പത്തിക നയ പരിഷ്കരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ക്ഷയിച്ചുവെങ്കിലും പിന്നീട് ഗണ്യമായിട്ട് മെച്ചപ്പെടുകയുണ്ടായി. ഓക്കെ, ടാക്സ് GDP റേഷ്യോ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ഫസ്റ്റ് പീരീഡിൽ കുറവാണ് സംഭവിച്ചെങ്കിൽ പോലും പിന്നീട് അതിൽ വർധനവ് ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതുകൊണ്ട് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ഈ റിഫോം പീരീഡിൽ ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് പറഞ്ഞത്? GDP ഗ്രോത്ത് റേറ്റ് ഇംപ്രൂവ്ഡ് സബ്സ്റ്റാൻഷ്യലി. ടുഡേ ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് എക്കണോമി ഇൻ ദ വേൾഡ്. സർവീസസ് ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഗ്രോത്ത് റേറ്റ്സ് ഇൻക്രീസ്ഡ്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് റിസേർവ്സ് വെൻറ്റ് അപ്പ്. Tax GDP ratio after declining the early part of the reform period has been showing impressive growth in recent years. ഇതേപോലെ തന്നെ ഈ ഒരു റിഫോംസിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ എക്കണോമിയിൽ കുറേയധികം കോട്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഫെയിലിയേഴ്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫെയിലിയേഴ്സിൽ ആദ്യമായിട്ട് പറയുന്നത് ഹൈ GDP ഗ്രോത്ത് ഡിഡ് നോട്ട് ബെനിഫിറ്റ് അഗ്രികൾച്ചർ. റിഫോംസ് ആൻഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഈ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു ഗ്രോത്ത് റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ ഇന്ത്യൻ എക്കണോമിയിൽ വർധന ഉണ്ടായെങ്കിൽ പോലും കുറേയധികം കാരണങ്ങളാൽ അഗ്രികൾച്ചറൽ മേഖലയിൽ കാർഷിക മേഖലയ്ക്ക് ഗുണകരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചില്ല. സാമ്പത്തിക നയപരിഷ്കാരങ്ങളും ഉയർന്ന GDP വളർച്ചാ നിരക്കും കൃഷിക്ക് ഗുണം ചെയ്തില്ല എന്നാണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഫെയിലർ. ദെൻ liberalization policy led to a fall in agricultural commodity prices, adversely affecting agricultural laborers and peasants. വ്യാപാര രംഗത്തെ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായി കാർഷികോൽപ്പന്നങ്ങളുടെ വില ഇടിഞ്ഞു.
കൃഷിയെ ആശ്രയിച്ചു ജീവിക്കുന്ന ഭൂരിപക്ഷം ജനങ്ങളുടെയും ഉപജീവന മാർഗ്ഗത്തെ ഇത് ബാധിക്കുകയുണ്ടായി. ഓക്കെ, ലിബറലൈസേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ട്രേഡ് റിലേഷൻഷിപ്പൊക്കെ വർദ്ധിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റിയുടെ പ്രൈസസൊക്കെ അത് കുറയുന്നതിന് കാരണമായി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്ത്യൻ എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിനൊക്കെ ആവശ്യമായിട്ടുള്ള വില ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് അത് തളർച്ച നേരിടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാക്കിയത്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഫെയിലിയർ. ദെൻ ഹൈലി educated and technically qualified persons like software engineers got very high salaries. This aggravated income inequality and widened the gap between the rich and the poor. ഇതും മറ്റൊരു ഫെയിലിയറാണ്. ഈ ഒരു ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് റിഫോംസിൻ്റെ ആഫ്റ്റർ എഫക്ട്സിൽ പെടുന്ന ഒരു ഫെയിലിയറാണ് ഇത് കാണുന്നത്. ഓക്കെ, ആഗോളവൽക്കരണം പ്രദാനം ചെയ്ത അവസരങ്ങളെ ഉന്നത വിദ്യാഭ്യാസം നേടിയവർക്ക് ചൂഷണം ചെയ്യാനായിട്ട് കഴിഞ്ഞു. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ പോലെയുള്ളവർക്ക് കനത്ത ശമ്പളം കിട്ടുമെന്നായി. ഇത് വരുമാനത്തിൽ അസമത്വം സൃഷ്ടിച്ചു. സമ്പന്നരും പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുകയും ചെയ്തു. നമുക്കറിയാം ഈ IT മേഖലയിലൊക്കെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾക്കാണ് കൂടുതലായിട്ട് തൊഴിലവസരങ്ങളുള്ളത്. അപ്പോൾ ഇത്തരം തൊഴിലവസരങ്ങൾ വർദ്ധിച്ചത് വഴി അത്തരം വിഭാഗങ്ങൾക്ക് മാത്രം ഇൻകം വർദ്ധിക്കുന്ന ഒരു അവസ്ഥ ഇന്ത്യൻ എക്കണോമിയിലുണ്ടായി. ദെൻ അതിൻ്റെ ഭാഗമായിട്ട് റിച്ച് ആൻഡ് പുവർ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ഇന്ത്യൻ എക്കണോമിയിൽ വളരുന്നതിന് അത് കാരണമായി. ഓക്കെ, ഇതും ഈ ഒരു റിഫോം പീരിയഡിലെ ഒരു ഫെയിലിയർ, ഇന്ത്യൻ എക്കണോമിയുടെ ഫെയിലിയറായിട്ട് കണക്കാക്കപ്പെടുന്നു. സോ ദീസ് ആർ ദ മെയിൻ ഫെയിലിയേഴ്സ്. അച്ചീവ്മെൻറ്റ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദെൻ ഫെയിലിയേഴ്സിൽ വരുന്നത് ഹൈ GDP ഗ്രോത്ത് ഡിഡ് നോട്ട് ബെനിഫിറ്റ് അഗ്രികൾച്ചർ. Liberalization policy led to a fall in agricultural commodity prices, adversely affecting agricultural laborers and peasants. Highly educated and technically qualified persons like software engineers got very high salaries. This aggravated income inequality and widened the gap between rich and the poor. Then ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ടോപ്പിക്കുകൾ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഈ ഒരു ഭാഗം എക്സാമിന് essay ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടുന്ന ഒരു ഭാഗമാണ് ഈ ന്യൂ എക്കണോമിക് പോളിസി ആൻഡ് റിഫോംസ്. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. 2 കോളംസ് നൽകിയിട്ടുണ്ട്, കോളം എയും അതുപോലെ തന്നെ കോളം ബിയും. ഓക്കെ, അവിടെ ഫസ്റ്റ് കോളത്തിൽ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം, ഡിവാലുവേഷൻ. കോളം ബിയിൽ റെഡ്യൂസിങ് ദ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം. ഓക്കെ, ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിൽ കോളം എയുമായിട്ട് യോജിക്കുന്നവ കോളം ബിയിൽ നിന്ന് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സുസ്ഥിരീകരണ നടപടികൾ എന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്കണോമിയിൽ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് അത് എങ്ങനെയായിരിക്കാം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതുണ്ടാവുക? അതെ, ഇത് ഷോർട്ട് ടേം പീരീഡിലാണ് അല്ലേ, ഹ്രസ്വകാലത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സുസ്ഥിരീകരണ നടപടികൾ സ്വീകരിക്കുന്നത്. സോ ഇറ്റ് ഈസ് സ്റ്റെബിലൈസേഷൻ മെഷർ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ്. ദാറ്റ് ഈസ് ഷോർട്ട് ടേം. ദെൻ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഘടനാപരമായ നീക്കുപോക്ക് പരിപാടി എന്ന് മലയാളത്തിൽ പറയും. ഇത് എങ്ങനെയാണ് നടപ്പിലാക്കൽ? ഈ എക്കണോമിയുടെ സ്ട്രക്ചറൽ ചേഞ്ചസൊക്കെ സംഭവിക്കുന്നത് എപ്പോൾ മാത്രമാണ്? ലോങ് ടേം ആണ് അല്ലേ, ദീർഘകാലത്തേക്കായിട്ടാണ് ഈ ഒരു ചേഞ്ച് സംഭവിക്കുന്നത്. സോ ദ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലോങ് ടേം. ദെൻ നെക്സ്റ്റ് ഈസ് ഡിവാലുവേഷൻ. ഡിവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല്യ ന്യൂനീകരണം എന്നാണ് പറയുന്നത്. ഒരു കറൻസിയുടെ വാല്യൂവിൽ കുറവ് വരുത്തുന്നതിനെയാണ് ഡിവാലുവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സാമ്പത്തിക നയപരിഷ്കാരങ്ങളിലൊക്കെ കണ്ടതാണ് അല്ലേ, കൺട്രിയുടെ കറൻസിയുടെ വാല്യൂവിൽ കുറവ് വരുത്തുന്നത് കൊണ്ട് എക്സ്പോർട്സിലൊക്കെ ഏർണിങ്സൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിവാലുവേഷൻ ദാറ്റ് റെഡ്യൂസിങ് ദ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി, അപ്പോൾ അതായിട്ട് കണക്ട് ചെയ്യുന്ന പോയിൻ്റ് ദാറ്റ് ഈസ് റെഡ്യൂസിങ് ദ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി. സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം പോളിസീസ് ആണ്. ദെൻ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലോങ് ടേം. ആൻഡ് ഡിവാലുവേഷൻ ഇറ്റ് ഈസ് റെഡ്യൂസിങ് ദ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി, ദാറ്റ് ഈസ് കാൾഡ് ഡിവാലുവേഷൻ. ദെൻ ഇതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് കോളം എ കോളം ബി ഉണ്ട്. കോളം എയിൽ 1948, 1991, 1995. ഓക്കെ, ഇത് വർഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓരോന്നും രൂപീകൃതമായിട്ടുള്ള ഒരു വർഷം ആണ് ഇവിടെ
മാച്ച് ചെയ്ത് എഴുതേണ്ടത്. ഓക്കെ, കോളം ബിയിൽ WTO നൽകിയിട്ടുണ്ട്. WTO എന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ്. ഓക്കെ, ദെൻ ഗാട്ട് അതേപോലെ തന്നെ എക്കണോമിക് റിഫോംസ് ഏത് വർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നോക്കാം. ഗാട്ട് റീപ്ലേസ് ചെയ്തിട്ടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, അത് ഫോം ചെയ്യുന്ന വർഷം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, 1995 ആണ്. ഓക്കെ, സോ WTO ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയാവുന്ന വർഷം എന്ന് പറയുന്നത് 1995 ആണ്. ദെൻ ഗാട്ട് രൂപീകരിക്കുന്ന വർഷം ദാറ്റ് ഈസ് 1948. ഓക്കെ, 1948 ആണ് ഈ ഒരു ഗാട്ട് രൂപീകൃതമായിട്ടുള്ള വർഷം. അതേപോലെ തന്നെ ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് എക്കണോമിക് റിഫോംസ് ഇന്ത്യൻ എക്കണോമിയിൽ അവതരിപ്പിച്ചു. ദാറ്റ് ഈസ് ന്യൂ എക്കണോമിക് പോളിസി ഓഫ് 1991. ഓക്കെ, അപ്പോൾ 1991 ഈ ഒരു എക്കണോമിക് റിഫോംസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാവുന്ന വർഷം എന്ന് പറയുന്നത് 1991 ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് അനദർ match the following question, that is delicensing, reduction in import duties, opening of insurance sector, then financial reform, industrial reform, trade liberalization. ഓക്കെ, ഡീലൈസൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. കൂടുതലായിട്ട് ഈ ഒരു ലൈസൻസിങ് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഡീലൈസൻസിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡീലൈസൻസിങ് പോളിസിയൊക്കെ നമ്മളുടെ എക്കണോമിയിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡീലൈസൻസിങ്ങുമായിട്ട് ഏത് റിഫോം ആണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓക്കെ, ശരിയാണ്, വ്യവസായ പരിഷ്കരണം. ഓക്കെ, വ്യാവസായിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡീലൈസൻസിങ് നമുക്കിവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ റിഫോം. then അതേപോലെ തന്നെ റിഡക്ഷൻ ഇൻ ഇമ്പോർട്ട് ഡ്യൂട്ടീസ്. ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കുമതി തീരുവ എന്നാണ് അതിനർത്ഥം. കമോഡിറ്റീസ് മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് ഇറക്കുമതി, കമോഡിറ്റി ആയാലും സർവീസ് ആയാലും ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് നൽകേണ്ടി വരുന്ന തീരുവയാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ കുറവ് വരുത്തുന്നു. ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ ഇറക്കുമതി ചുങ്കത്തിൽ കുറവ് സംഭവിക്കുന്നത് ഏത് റിഫോമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതാണത്? ദാറ്റ് ഈസ് ട്രേഡ് ലിബറലൈസേഷൻ. ദെൻ നെക്സ്റ്റ്, ഓപ്പണിംഗ് ഓഫ് ഇൻഷുറൻസ് സെക്ടർ. ഇൻഷുറൻസ് സെക്ടർ ഫോം ചെയ്തത് എന്താണ്? ഫിനാൻഷ്യൽ റിഫോമാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഫിനാൻഷ്യൽ റിഫോം. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഡീലൈസൻസിങ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിഫോം. ദെൻ റിഡക്ഷൻ ഇൻ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ട്രേഡ് ലിബറലൈസേഷനാണ്. ദെൻ ഓപ്പണിംഗ് ഓഫ് ഇൻഷുറൻസ് സെക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ റിഫോം. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അതിൽ ഇഫ് ഫോൾസ് കറക്റ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലേ? അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എഴുതണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻ 1991 ഇന്ത്യൻ എക്കണോമി ഫേസ്ഡ് എ മേജർ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ക്രൈസിസ്. നമുക്കറിയാം 1991 ഗൾഫ് വാറിന് ശേഷമായിട്ട് ഇന്ത്യൻ എക്കണോമി വലിയ സാമ്പത്തിക മാന്ദ്യം നേരിടുന്നത്. അപ്പോൾ ആ ഒരു മാന്ദ്യത്തിൽ നിന്ന് മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ന്യൂ എക്കണോമിക് പോളിസീസൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. സോ ഈ ഒരു മാന്ദ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ക്രൈസിസ് നേരിടുക, അതായത് ഈ ഒരു എക്സ്പോർട്ടിലും ഇമ്പോർട്ടിലും വന്നിട്ടുള്ള എക്സ്പോർട്ടിലുണ്ടായിട്ടുള്ള കുറവൊക്കെ എന്താണ്? ക്രൈസിസ് നേടുന്നതിന് കാരണമായി. സോ ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ട്രൂ ആയതുകൊണ്ട് നമുക്കത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് ഇക്വിറ്റി ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഈസ് കാൾഡ് ഇൻറ്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രേഷൻ അല്ല, ഇറ്റ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ എന്താണ് ഈ ഒരു ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് സെല്ല് ചെയ്യുന്നതിന് നമ്മളൊരു പേര് പറഞ്ഞ് വിളിക്കാറുണ്ട്. എന്താണത്? സെല്ലിംഗ് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഈസ് കാൾഡ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലേ? അതായത് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്രൈവറ്റ് മേഖലകളിലേക്ക് കൂടുതലായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് ഈ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞല്ല വിളിക്കുക, ദാറ്റ് ഈസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ONGC ഈസ് എ നവരത്ന കമ്പനി, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. ഓക്കെ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു നവരത്ന കമ്പനിയാണ് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് FDI. ഇറ്റ് മീൻസ് ഫോറിൻ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, FDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, then the correct statement is FDI means
ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, വിദേശത്തു നിന്നുള്ള നേരിട്ടുള്ള നിക്ഷേപത്തെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. Okay, then next statement is India's savings rate rose sharply in the reform period from 23.1% in 1991 to 35.6% in 2008. ഓക്കെ, ഇന്ത്യയുടെ സേവിങ് റേറ്റ് 23.1 നിന്ന് 35.6 2008 വർധനവ് ഉണ്ടായി. ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കനറ ബാങ്ക് ഈസ് എ ന്യൂ ജനറേഷൻ ബാങ്ക്. ഓക്കെ, കനറ ബാങ്ക് എന്ന് പറയുന്നത് ഒരു ന്യൂ ജനറേഷൻ ബാങ്ക് എന്നുള്ളതാണ് ഈ ഒരു ബാങ്കാണ് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. കനറ ബാങ്ക് ഈസ് എ നാഷണലൈസ്ഡ് ബാങ്ക്. കനറ ബാങ്ക് എന്ന് പറയുന്നത് ഒരു ദേശസാൽകൃത ബാങ്കാണ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ ജനറേഷൻ ബാങ്ക്. ന്യൂ ജനറേഷൻ ബാങ്കിന് കുറേയധികം എക്സാമ്പിളുകൾ നമ്മൾ കണ്ടതാണ് അല്ലേ. ICICI എന്ന് പറയുന്ന കുറേയധികം പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളൊക്കെ ഇസാഫ് പോലുള്ള ന്യൂ ജനറേഷൻ ബാങ്കുകളൊക്കെ ഒന്ന് ഫോം ചെയ്തിട്ടുണ്ട്. ICICI ഈസ് എ പബ്ലിക് സെക്ടർ ബാങ്ക്. അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ICICI എന്ന് പറയുന്നത് ഒരു പബ്ലിക് സെക്ടർ ബാങ്കാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ICICI ഈസ് എ ന്യൂ ജനറേഷൻ ബാങ്ക്. ഇറ്റ് ഈസ് എ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. ICICI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ICICI എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ന്യൂ ജനറേഷൻ ബാങ്ക്. ഇറ്റ് ഈസ് എ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കോട്ട ഈസ് എ നോൺ താരിഫ് ബാരിയർ. ഓക്കെ, നോൺ താരിഫ് ബാരിയറും അതുപോലെ തന്നെ താരിഫ് ബാരിയേഴ്സൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങളാണ്. താരിഫ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നികുതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളാണ്. ദെൻ നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികുതി ഇതര തടസ്സങ്ങൾ. അപ്പോൾ നമ്മളറിയാം ഇൻ്റർനാഷണൽ റിലേഷൻസ്, ഒരു രാഷ്ട്രം മറ്റു രാഷ്ട്രങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ അവിടെ കുറേയധികം ബാരിയേഴ്സ് സൃഷ്ടിക്കാറുണ്ട് അല്ലേ. അതിൽ താരിഫ് ബാരിയറുകളും നോൺ താരിഫ് ബാരിയേഴ്സും ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൽ ഈ നോൺ താരിഫ് ബാരിയറിനൊരു ഉദാഹരണമാണ് കോട്ട എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും റിഫോംസ് പീരിയഡിൽ എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ആണ്, അതുപോലെ തന്നെ എന്തൊക്കെ ഫെയിലിയേഴ്സ് ആണ് ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടായത് എന്നുള്ളതാണ് പരിചയപ്പെട്ടത്. അതോടൊപ്പം തന്നെ കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിലെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്തു നിന്ന് എന്തായാലും ഒരു essay ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ സ്റ്റഡി വെൽ. താങ്ക് യു ഓൾ.